സഹീഹ് തർഗീബ് തർഹീബിൽ കിതാബ് സദഖാത്തിൽ സകാത്ത് നൽകുന്നത് നിർബന്ധമാണ്. അതുപോലെ തന്നെ അതിൽ പ്രോത്സാഹനം നൽകുന്ന ഹദീസുകളിൽ അടുത്തത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്താണ് മൗഖൂഫായിക്കൊണ്ടുള്ളത്. കുല്ലു മാലിൻ അദ്ദൈത സകാതഹു വഇൻ കാന തഹ്ത സബ്ഇ അർളീൻ ഫലൈസ ബികൻസിൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ഏതൊരു സമ്പത്തും അതിൻ്റെ സക്കാത്ത് നീ നൽകുന്നുണ്ട് എങ്കിൽ അത് 7 ഭൂമിക്കടിയിലാണെങ്കിലും അതൊരു കൻസല്ല, അഥവാ നിക്ഷേപമായിക്കൊണ്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒന്നല്ല. വകുല്ലു മാലിൻ ലാ തുഅദ്ദ സകാതുഹു, ഏതൊരു സമ്പത്തും സക്കാത്ത് നൽകപ്പെടുന്നില്ല എങ്കിൽ ഫഹുവ കൻസുൻ വഇൻ കാന ളാഹിറൻ അലാ വജ്ഹിൽ അർദ്, അത് കൻസിൽ ഉൾപ്പെടുന്നതാണ്. അത് ഭൂമിയിൽ ളാഹിറായിക്കൊണ്ട് പ്രകടമായിക്കൊണ്ട് ഭൂമിക്ക് മുകളിൽ കാണുന്ന ഒന്നാണെങ്കിലും. അതായത് ഈ ഒരു റിവായത്തിന്റെ ഉദ്ദേശം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നാളെ പരലോകത്ത് സ്വർണവും വെള്ളിയും യക്നിസൂന ദഹബ വൽ ഫിദ്ദ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർണവും വെള്ളിയും കാത്ത് നിക്ഷേപമായിക്കൊണ്ട് എടുത്തു വെക്കുന്ന ആളുകൾ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഉദ്ദേശം സക്കാത്ത് നൽകാതെ അതൊരു നിക്ഷേപമായിക്കൊണ്ട് എടുത്തു വെക്കുന്ന ആളാണ്. അപ്പൊ സക്കാത്ത് നൽകുന്നുണ്ട് എങ്കിൽ അത് ഭൂമിക്കടിയിലുള്ളതാണെങ്കിൽ പോലും അത് ആ തരത്തിലല്ല എന്നറിയിക്കുകയാണ്. സക്കാത്ത് നൽകാത്തതാണെങ്കിൽ അത് ആളുകളൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു സ്വത്താണെങ്കിലും അത് ഈ കൻസിൽ ഉൾപ്പെടും എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം സക്കാത്ത് നൽകുന്നിടത്തോളം ഓരോ വ്യക്തിയുടെയും അവന്റെ സമ്പത്ത് അത് ഏറ്റവും നല്ല രീതിയിലുള്ളതാണ്. അടുത്തൊരു ഹദീസ്, വഅൻ സമുറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖീമുസ് സ്വലാത്ത, നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, വആതു സക്കാത്ത, സക്കാത്ത് നൽകുക, വഹജ്ജു, ഹജ്ജ് നിർവഹിക്കുക, വഅ്തമിറു, ഉംറ നിർവഹിക്കുക, വസ്തഖീമു യുസ്തഖം ബിക്കും, നിങ്ങൾ നേരെ ചൊവ്വേ നിലനിൽക്കുക, അങ്ങനെ ചെയ്താൽ നിങ്ങളെയും നേരെ ചൊവ്വേ നിലനിർത്തപ്പെടും, അഥവാ നിങ്ങൾക്ക് ഈ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള തൗഫീഖ് നൽകപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ നിസ്കാരത്തിന് ശേഷം സക്കാത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട്. അതുപോലെ ഹജ്ജിന് ശേഷം പ്രത്യേകം ഉംറയെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ഇതുപോലെയുള്ള ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഉംറ നിർവഹിക്കുക എന്നുള്ളത് വാജിബാണെന്ന് പറഞ്ഞത് കാണാം. ഒരു ഉംറ നിർവഹിക്കൽ അത് നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെ കാണാം. وعن أبي أيوب رضي الله عنه أن رجلا قال للنبي صلى الله عليه وسلم أخبرني بعمل يدخلني الجنة. ഒരിക്കൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എനിക്ക് ഒരു അമല് അറിയിച്ചു തരണം, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു അമൽ. ഖാല തഅബ്ദുല്ലാഹ് വലാ തുശ്രിക് ബിഹി ഷൈഅ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു, നീ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിൽ ഒന്നിനെയും നീ പങ്കു ചേർക്കരുത്, അഥവാ തൗഹീദുള്ള ആളാവുക, ശിർക്കിന്റെ ഒരു അംശം പോലും ഇല്ലാതെ. വതുഖീമുസ് സ്വലാത്ത, നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, വതുഅതി സക്കാത്ത, സക്കാത്ത് കൃത്യമായി നൽകുക, വതസിലുർ റഹിം, നീ കുടുംബബന്ധം ചേർക്കുക. അപ്പോൾ ഇതിൽ നിസ്കാരവും സക്കാത്തും പറഞ്ഞു, എന്നിട്ട് കുടുംബബന്ധം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറഞ്ഞു. ഇതെല്ലാം സക്കാത്തിന്റെ ഗൗരവത്തെ അറിയിക്കുന്നതാണ്. وعن أبي هريرة رضي الله عنه أن أعرابيا أتى النبي صلى الله عليه وسلم فقال, ഒരിക്കലും ഒരു അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വരികയും പറയുകയും ചെയ്തു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന, എനിക്ക് ഒരു അമല് നിങ്ങൾ അറിയിച്ചു തരണം, അത് ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നത്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅബ്ദുല്ലാഹ് ലാ തുശ്രിക് ബിഹി ഷൈഅ وتقيم الصلاة المكتوبة وتؤتي الزكاة المفروضة وتصوم رمضان. തൗഹീദ് ഉണ്ടാകണമെന്ന് പറഞ്ഞു. നിസ്കാരം നിർബന്ധമായ 5 വക്ത് നിസ്കാരം നിർവഹിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ നിർബന്ധമായിട്ടുള്ള സക്കാത്ത് നൽകണമെന്ന് പറഞ്ഞു. റമളാനിൽ നോമ്പ് നോൽക്കാനും പറഞ്ഞു. ഖാല, ഇത് കേട്ടപ്പോൾ അറാബി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലാ അസീദു അലാ ഹാദാ വലാ അൻഖുസു മിൻഹു, അള്ളാഹു ആണ് സത്യം, ഞാൻ ഇതിലൊന്നും കൂട്ടുകയുമില്ല ഒന്നും കുറക്കുകയുമില്ല എന്ന് പറഞ്ഞു. ഫലമ്മാ വല്ല, അങ്ങനെ അറാബി തിരിഞ്ഞു പോയപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സർറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന ഫൽയൻദുർ ഇലാ ഹാദാ, ആർക്കെങ്കിലും സ്വർഗാവകാശിയായ
ഒരു വ്യക്തിയെ കാണണമെങ്കിൽ ഇവനിലേക്ക് നോക്കിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിൽ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിർബന്ധമായ കർമ്മങ്ങൾ, ഇബാദത്തുകൾ അതതിൻ്റെ പരിപൂർണതയോടുകൂടി ചെയ്താൽ തന്നെ ഒരാൾക്ക് സ്വർഗപ്രവേശനം ലഭിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു കാരുണ്യമാണ്. പിന്നെ ഐച്ഛികമായിട്ടുള്ള കർമ്മങ്ങളുടെ പ്രസക്തി എന്താണ്? നിർബന്ധമായ കർമ്മങ്ങളിൽ നമുക്ക് പലതരത്തിലുള്ള വീഴ്ചകൾ വരും. ചിലപ്പോൾ നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുന്നതിൽ ചിലപ്പോൾ ജമാഅത്ത് നഷ്ടപ്പെടുന്നതിൽ വീഴ്ചയുണ്ടാകാം, അല്ലെങ്കിൽ അതിൽ ഖുശൂഅ് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകാം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് യോജിച്ച രീതിയിൽ നിസ്കരിക്കുന്നതിൽ വീഴ്ച ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലും വീഴ്ചകളും കുറവുകളും എല്ലാം സംഭവിക്കാം. അപ്പോൾ അതിനെ പരിഹരിക്കാനാണ് ഐച്ഛികമായ ഇബാദത്തുകൾ ഉപകരിക്കുന്നത്. അപ്പോൾ നിർബന്ധമായ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരാളുടെ സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ്. അഥവാ സ്വർഗം ലഭിക്കാൻ ചുരുങ്ങിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ ലഭിക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ അത് കൃത്യമായി നിർവഹിച്ചാൽ തന്നെ സാധിക്കും എന്നറിയിക്കുന്ന ഒരു ഹദീസാണിത്. وعن عمرو بن مرة الجهني رضي الله عنه قال جاء رجل من قلاعة إلى رسول الله صلى الله عليه وسلم فقال قلاعة എന്ന പ്രദേശത്ത് ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, ഇന്നി ഷഹിദ്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, ഞാൻ ഷഹാദത്ത് ചെയ്തിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹിലും നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്നതിലും, വസല്ലൈതു സലവാത്തുൽ ഖംസ, ഞാൻ 5 വഖ്ത് നിസ്കാരം നിർവഹിക്കുന്നു, വസുംതു റമളാന വ ഖുംതുഹു, റമളാനിൽ ഞാൻ നോമ്പ് നോൽക്കുകയും രാത്രി നിസ്കരിക്കുകയും എല്ലാം ചെയ്യുന്നു, വആതൈതു സകാത്ത, ഞാൻ സകാത്ത് നൽകുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത അലാ ഹാദാ കാന മിനസ് സിദ്ദീഖീന വശുഹദാ, ആരാണോ ഈ കാര്യങ്ങളിലായിക്കൊണ്ട് ഇതെല്ലാം കൃത്യമായി നിർവഹിക്കുന്ന ആളായിക്കൊണ്ട് മരണപ്പെടുന്നത് അവൻ സിദ്ദീഖീങ്ങളിലും ശുഹദാക്കളിലും പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ സ്വർഗത്തിൽ ഈ ഒരു കർമ്മങ്ങൾ കൊണ്ട് തന്നെ ഉന്നതമായ സ്ഥാനവും ദർജയും അള്ളാഹു നൽകും. പക്ഷേ അതിൻ്റെ പരിപൂർണത ഉണ്ടെങ്കിൽ അത് നൽകുമെന്ന് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊരു ഹദീസ്, വൻ അബ്ദുല്ലാഹ് ഇബ്നു മുആവിയത അൽ-ഗാദിരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസുൻ മൻ ഫഅലഹുന്ന ഫഖദ് തുഇമ തുഅമൽ ഈമാൻ, 3 കാര്യങ്ങൾ അതാരാണോ ചെയ്യുന്നത് അവൻ ഈമാനിൻ്റെ ആ രുചി, ആ ആസ്വാദനം ലഭിക്കുന്നതാണ്. മൻ അബദല്ലാഹ വഹ്ദ, ആരാണോ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നത്, വഅലിമ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ എന്തും അറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം, അർത്ഥം എന്താണ്, അതിൻ്റെ അർക്കാനുകൾ എന്താണ്, അതിൻ്റെ ശുറൂത്തുകൾ എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നെല്ലാം അറിയാം. വഅത സകാത്ത മാലിഹി തയ്യിബതൻ ബിഹാ നഫ്സുഹു, അതുപോലെ അവൻ സക്കാത്ത് നൽകുകയാണ്, അവൻ്റെ പൂർണ്ണമായ തൃപ്തിയോടുകൂടി അവൻ അവൻ്റെ സമ്പത്തിന് സക്കാത്ത് നൽകുന്നു. റാഫിദത്തൻ അലൈഹി കുല്ല ആമിൻ, എല്ലാ വർഷവും കൃത്യമായിക്കൊണ്ട്. വലം യുഅതിൽ ഹരിമത, അവൻ നൽകുന്നത് അവൻ്റെ സമ്പത്തിലെ ഏറ്റവും പഴയതായിട്ടുള്ള കാര്യങ്ങളല്ല. വലദ്ദരിനത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുള്ള, വലൽ മരീദത്ത, ന്യൂനതകളുള്ള ഒന്നല്ല നൽകുന്നത്. വലശ്ശറത്തൽ ലഈമ, അതുപോലെ തന്നെ ഒരാൾക്ക് അത് ലഭിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സ്വന്തത്തിൽ പോലും അവനെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമല്ല. അതായത് ഇപ്പോൾ പല കാര്യങ്ങൾക്ക് സമ്പത്തുണ്ടാകും, പിന്നെ സ്വതക്ക ഉണ്ടാകും, സക്കാത്ത് ഉണ്ടാകും, ഇപ്പോൾ കന്നുകാലികളിലാവട്ടെ കൃഷിയിലാവട്ടെ. അപ്പോൾ നൽകുന്ന കാര്യം അവന് ലഭിച്ചാൽ അവൻ പോലും സ്വീകരിക്കാത്ത കാര്യങ്ങളോ അങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളൊന്നല്ല അവൻ സക്കാത്തായി നൽകുക. വലാക്കിൻ മിൻവാസത്തി അംവാലിക്കും, അവൻ്റെ സമ്പത്തിൽ മിതത്വമായിട്ടുള്ള കാര്യങ്ങളാണ് നൽകുക. ഫഇന്നല്ലാഹ ലം യസ്അലുക്കും ഖൈറഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഏറ്റവും ഉത്തമമായതിനെ ചോദിക്കുന്നില്ല. വലം യഅ്മുറുക്കും ബിശർരിഹി, നിങ്ങളോട് എന്ത് ചെയ്യുന്നില്ല, ഷർറ് കൊണ്ട് കൽപ്പിക്കുന്നില്ല. അതായത് ഹദീസ് സക്കാത്ത് വാങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ പറഞ്ഞയക്കുമ്പോൾ തന്നെ ആളുകളോട് പറയാറുണ്ട്, അവരുടെ സമ്പത്തിൽ ഏറ്റവും ഉത്തമമായതിൽ നിന്ന് മാത്രം നിങ്ങൾ എടുക്കരുത് എന്ന്. ഇപ്പോൾ ഒട്ടകത്തിന് സക്കാത്തിൽ ഒട്ടകത്തിനെ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ വേറെ കന്നുകാലികളെ വാങ്ങുമ്പോൾ അതിൽ ഏറ്റവും മുന്തിയതിനെ മാത്രം നോക്കി എടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഏറ്റവും പല ന്യൂനതകളുള്ളതിനെ ആവരുത്, അതിൻ്റെ ഇടയിലുള്ള ഇതിൽ നിന്നായിരിക്കണം സക്കാത്ത് വാങ്ങേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അതേ ആശയമാണ്. അല്ലാഹു തആല ഏറ്റവും മുന്തിയതിനെ മാത്രമോ അല്ലെങ്കിൽ ഏറ്റവും ന്യൂനതയുള്ള അങ്ങനെയൊന്നുമില്ല, ആ മിതത്വമുള്ള കാര്യങ്ങളിൽ നിന്നാണ് സക്കാത്ത് നൽകേണ്ടത് എന്നറിയിക്കുന്ന ഹദീസാണ്. മറ്റൊരു ഹദീസ്, വഅൻ ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല ബായഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്തി വ നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ. ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്തു, നിസ്കാരം നിർവഹിക്കുന്നതിലും സക്കാത്ത് നൽകുന്നതിലും എല്ലാ മുസ്ലിമിനോടും നസീഹത്ത് ഉണ്ടാകുന്നതിലും, അഥവാ
എല്ലാ മുസ്ലിമുകളോടും അവരോടുള്ള ഹക്ക് പൂർത്തീകരിക്കുന്ന ഒരവസ്ഥ. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا أديت الزكاة فقد قضيت ما عليك ومن جمع مالا حراما ثم تصدق به لم يكن له فيه أجر وكان إسره عليه. ആരാണോ നീ സക്കാത്ത് നൽകുകയാണ് എങ്കിൽ നിന്റെ മേലെയുള്ള ബാധ്യത നീ വീട്ടിയിരിക്കുന്നു. ഇനി ഒരാൾ ഹറാമായ സമ്പത്ത് അവൻ ഉണ്ടാക്കുകയും ഒരുമിപ്പിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് സദഖ നൽകുകയും ചെയ്താൽ അവനൊരു പ്രതിഫലവും കിട്ടാൻ പോകുന്നില്ല, അവന്റെ മേലെ കുറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. അതായത് സമ്പാദ്യം ഹറാമായ രീതിയിൽ സമ്പാദിച്ചാലും അതിൽ നിന്നൊരു വലിയ ഓഹരി സദഖ നൽകി കഴിഞ്ഞാൽ അത് നന്നാകും എന്നുള്ള ധാരണ ചില ആളുകൾക്കുണ്ട്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് എത്ര സദഖ കൊടുത്താലും അതിൻ്റെ ഒരു പ്രതിഫലവും അവന് കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല അവന് ആ ഹറാമായ സമ്പാദ്യം ലഭിച്ചതിൻ്റെ നേടിയതിൻ്റെ കുറ്റവും അവന്റെ മേലെ ഉണ്ടായിരിക്കും. ഈ ബാബിലെ അവസാനത്തെ ഒരു ഹദീസ് വഅൻ സിർ ഇബ്നു ഹുബൈഷ് അന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാന ഇൻദഹു ഗുലാമുൻ യഖറഹു ഫിൽ മുസ്ഹഫ്. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഒരു സദസ്സിൽ അദ്ദേഹത്തിന്റെ ഒരു അടിമയായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ മുസ്ഹഫിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ. വഇൻദഹു അസ്ഹാബുഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഒപ്പം കുറച്ച് ആളുകളുമുണ്ട്. فجاء رجل يقال له ഹളറമത്ത് എന്ന പേരിൽ ഒരു വ്യക്തി അപ്പോൾ അങ്ങോട്ട് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ അയ്യു ദറജാത്തിൽ ഇസ്ലാമി അഫ്ളൽ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇസ്ലാമിലെ ഏത് കാര്യമാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള ദറജ, സ്ഥാനം എന്താണ്? ഖാല അസ്സലാത്തു. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കാരമാണെന്ന് പറഞ്ഞു. ഖാല സുമ്മ അയ്യു, പിന്നെ എന്താണ് ചോദിച്ചു. ഖാല അസ്സകാത്തു. പിന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സക്കാത്താണ് എന്നുള്ളത്. സക്കാത്തിനെ നിസ്കാരം പോലെ തന്നെ ഗൗരവത്തിൽ സ്വഹാബികൾ മനസ്സിലാക്കിയിരുന്നു. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് കഴിഞ്ഞ ചില ആളുകൾ സക്കാത്ത് നൽകില്ല എന്ന് പറഞ്ഞപ്പോഴൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ എടുത്ത നിലപാടിൽ അത് വ്യക്തമാണ്. അവിടുന്ന് പറഞ്ഞിരുന്നു, നിസ്കാരത്തിനെയും സക്കാത്തിനെയും ആരാണ് വേർതിരിച്ചത് എന്ന നിലക്ക്. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.